ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഗായ്സ്, ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ ഇന്ന് എനിക്ക് ഉച്ചയ്ക്ക് സ്കൂളിൽ വിട്ടു കേട്ടോ. ആൻറ്റി കുഞ്ഞച്ചൻ കുക്കൊക്കെ കൂടെ ഡോക്ടറെ കാണിക്കാൻ പോയിക്കാണ് കുക്കുവിനെ. ഒരാളെ ഇവിടെ നിർത്തിയിട്ടാണ് പോയിരിക്കുന്നത്. ആ ഡാവിനെ ഞാൻ നോക്കണം. ആ ഡാവ് ഇവിടെ ഇരുന്ന് കളിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് കുഴപ്പമില്ല. കുറച്ച് കഴിയുമ്പോൾ ഭ്രാന്താവും. അമ്മ പോയേക്കാണ്, പുറത്തേക്ക് പോയേക്കാണ് കൂട്ടുകാരിനെ കാണാമെന്ന് പറഞ്ഞിട്ട്. പിന്നെ അച്ഛ അവിടെ ഫോൺ നോക്കി കിടക്കാണ്, അമ്മച്ചി അവിടെ കറി വെക്കാണ്. സോ ഞാൻ നോക്കണം. കുട്ടികളെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷെ അവൾക്ക് കുറച്ച് മലമ്പാവും, അതാണ് പ്രശ്നം. ഇങ്ങനെ നടക്കുന്ന പിള്ളേരെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്ന പിള്ളേരെ അറിയാൻ പാടില്ല. മോന്ത് ചേച്ചിയുടെ പൊന്നു. അപ്പോൾ എബിയാനും കുഞ്ഞച്ചനും കുറച്ച് ലേറ്റ് ആയിട്ടാവും വരാം. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ആമീനെ ഉറക്കാൻ വിചാരിച്ചപ്പം ദേ അവിടെ അച്ചു വെറുതെ ഇരിക്കണം. അപ്പോൾ ഞാൻ അവൻ്റെ കയ്യിൽ കൊടുത്തു. അവൻ എന്നിട്ട് ആട്ടിക്കുട്ടീനെ ഉറക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഫീലൊക്കെ തോന്നിയപ്പോൾ ഞാൻ വേഗം പോയി കുളിക്കാൻ കയറി. ഇവൻ അങ്ങടെ നോക്കിക്കോളും കുട്ടീനെ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എബിയാനും കുഞ്ഞച്ചനും വന്നു കേട്ടാ. ഡോക്ടറെ അടുത്ത് പോയി എബിയാനും കുഞ്ഞച്ചനൊക്കെ വന്നു. അപ്പം ഞാൻ എന്താ ചെയ്തു, ഞാൻ പോയി കുളിച്ചു. അതിന് ഞാൻ കുളിക്കാൻ കയറുന്നതിന് തൊട്ട് മുമ്പ് ഒരാൾ എനിക്ക് മെസ്സേജ് അയച്ചിട്ട് എനിക്കൊരു വീഡിയോ അയച്ചു. അപ്പം കാണിച്ചു തരാം, ഒരു മിനിറ്റ് കാണിച്ചാൽ. ഞാൻ കുളിക്കാൻ കയറിയ തൊട്ട് മുമ്പാണ് എനിക്ക് വീഡിയോ അയച്ചതുകൊണ്ട് എനിക്കത് എഴുതാൻ പറ്റിയില്ല. കാണിച്ചു തരാം. അപ്പം ഞങ്ങളുടെ വീട്ടിലെ പത്രം ഇടാനുള്ള പെട്ടിയാണിത്. പെട്ടിയിലുള്ളൊരു സാധനമാണ്, കണ്ടോ? കിൻഡർ ജോയ്. അത് ആരെ കൊണ്ടുവച്ച് വെച്ച് കഴിഞ്ഞാൽ ആദ്യമായി കൊണ്ടുവച്ചു ഗൈസ്. എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പം എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് കൊണ്ടുവച്ചതാണ് ഗൈസ്. അവൻ ഇനി എനിക്ക് ഇടയ്ക്ക് ഇങ്ങനെ വാങ്ങിത്തരും. അപ്പം ഇപ്രാവശ്യം വെറൈറ്റിക്ക് അവൻ വെച്ചിട്ട് പോയി. എനിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാക്കിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടം. ഞാനിവിടെ സമാധാനമായിട്ട് തിന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴാണ് മമ്മ വന്നത്. മമ്മയ്ക്ക് അടുത്ത ഉണ്ട വേണമെന്ന് പറഞ്ഞിട്ട്. പിന്നെ പറയണ്ടല്ലോ, അതിൻ്റെ പിന്നാലെ നമ്മുടെ കുട്ടി പട്ടാളങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനിവിടെ ഒരു കാര്യം ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്, ഹൈജീനെ പറ്റിയിട്ടാണ്. ഇത് വന്നിട്ട് എവർട്ടീൻ്റെ ഡെയിലി പാൻറ്റി ലൈനറാണ്. ഞാനിതിവിടെ കാണിക്കാൻ കാരണം കുറേ പേർക്കുള്ളൊരു പ്രശ്നമാണ് പീരിയഡ്സിന് മുമ്പ് നമ്മുടെ വൈറ്റ് ഡിസ്ചാർജ് വരുന്നത്. ഇത് പീരിയഡ്സിന് മുമ്പ് മാത്രമല്ല കേട്ടോ, അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാവാറുണ്ട്. അപ്പൊ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന കനം കുറഞ്ഞ നല്ല കോട്ടൺ സോഫ്റ്റ് പാഡാണ് കേട്ടോ. സത്യം പറഞ്ഞത് നമ്മുടെ പാൻറ്റീസിൽ വെക്കുമ്പോൾ ഉപയോഗിച്ചിട്ടില്ല എന്ന് തന്നെ തോന്നി. ഇതില് വേപ്പും കറ്റാർവാഴയാണ് അടങ്ങിയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നമ്മുടെ സ്കിന്നിന് യാതൊരു ഇറിറ്റേഷനും വരില്ല. അത് മാത്രമല്ല ഡെർമറ്റോളജിക്കൽ ഇത് ടെസ്റ്റഡ്. പിന്നെ സെൻസിറ്റീവ് സ്കിൻകാർക്ക് ധൈര്യമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. നമ്മൾ സ്കിൻ കെയറും ഹെയർ കെയറും ചെയ്യുന്ന കൂട്ടത്തിൽ നമ്മുടെ ഹൈജീനെ പറ്റി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. നമ്മുടെ സാധാരണ പാഡ് പോലെ തന്നെയാണ് കേട്ടോ നമ്മുടെ പാൻറ്റീസിൽ സ്റ്റിക്ക് ചെയ്യുന്നത്. ഇതിൽ ഇതിന്റെ ബാക്കിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ ഉണ്ടാവും. അത് റിമൂവ് ചെയ്യുന്നിട്ട് നമ്മുടെ പാൻറ്റീസിലേക്ക് ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുക. ഇതിൽ സ്പെഷ്യൽ എയർലെഡ് ലെയർ ആണുള്ളത്. അത് നമ്മുടെ ഈർപ്പത്തെ വലിച്ചെടുത്തുള്ളിൽ തന്നെ ലോക്ക് ചെയ്യും കേട്ടോ. സോ ഡേ ഫുൾ ഫ്രഷ് ആയിരിക്കാൻ വേണ്ടിയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ. ചിലവർക്ക് ഇങ്ങനെ പാൻറ്റീസിലൊക്കെ വൈറ്റ് ഡിസ്ചാർജ് ആയി കഴിഞ്ഞ് കുറെ നേരം കഴിയുമ്പോൾ ഒരു ബാഡ് സ്മെല്ലൊക്കെ ഫീൽ ചെയ്യും. അതിനൊരു കംഫർട്ട് ആയിട്ടുള്ള ഒരു സൊല്യൂഷൻ തന്നെയാണ്. പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ഞാൻ ടാഗ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ചെക്ക് ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ അമ്മച്ചിയുടെ പൂന്തോട്ടമൊക്കെ ഒന്ന് നനയ്ക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിട്ടോ. അപ്പോഴാണ് ഞാൻ ഈ വീട്ടിൽ കുളിക്കാൻ വേണ്ടിയുള്ള ഒരാളെ കണ്ടത്. അവൾക്ക് കുളിക്കുമ്പോൾ ചൂടുവെള്ളം വേണം. അവൾക്ക് തണുപ്പ് ഭയങ്കര പ്രശ്നമാണ്. അപ്പൊ ഞാൻ വിചാരിച്ചു അവളെ ഒന്ന് കുളിപ്പിച്ചെടുക്കാം. ആള് TV കണ്ടോണ്ടിരിക്കുകയായിരുന്നു. ഇനി അങ്ങനെ ഇരുന്ന് അങ്ങനെ ഇരിക്കും ഗൈസ്. കുളിക്കൊന്നുമില്ല, കുറേ നേരം കഴിഞ്ഞിട്ട് കുളിക്കുള്ളൂ. അപ്പൊ ഞാൻ വിചാരിച്ചു ഇവളെ കുളിപ്പിക്കാൻ അങ്ങോട്ട് വിടാൻ വിചാരിച്ചു. ഞാൻ അങ്ങോട്ട് കുളിപ്പിച്ചു അവളെ. വീട്ടിലിങ്ങനെ കുളിക്കാൻ വേണ്ടിയുള്ളവർക്കൊക്കെ നമുക്ക് ഇത് ട്രൈ ചെയ്യാം. അവരിങ്ങനെ ഒന്ന് നനപ്പിച്ച് വിട്ട് കഴിഞ്ഞാൽ അവർ നേരെ പോയി കുളിച്ചോളൂ. പിന്നെ ഞാൻ കുഞ്ഞരുടെ കൂടെ ഇങ്ങനെ പൈപ്പും കൊണ്ട് ഓടി നിറഞ്ഞ് കുറച്ചു നേരം കളിച്ചു ഗൈസ്. അപ്പോൾ നമ്മുടെ ചെറിയൊരു ഈവനിങ് വ്ളോഗ് ആയിരുന്നു ഇത്. ഇനി പുതിയൊരു വീഡിയോ ഇട്ട് വരുന്നവരിക്കും ടാറ്റാ.